ഹലോ നമസ്കാരം, saiarts ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ടൈപ്പോഗ്രാഫി ആനിമേഷനാണ്. അതിനുവേണ്ടി ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. മെയിൻ കോമ്പ്. ഓക്കെ. അതിനുശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ക്രിയേറ്റ് എ ന്യൂ കോമ്പോസിഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ന്യൂ കോമ്പോസിഷൻ കൊടുത്താലും മതി. അവിടെ എടുത്തതിന് ശേഷം ഞാനിവിടെ ടെക്സ്റ്റ് ആനിം എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. ആനിമേഷൻ എന്ന് ഞാൻ ഷോർട്ടായിട്ട് ആനിം ഇട്ടേക്കുന്നു. അതിനുശേഷം ഹൈറ്റ് നമുക്കിവിടെ കുറയ്ക്കണം. അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് എൻഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അവിടെ നമ്മുടെ ന്യൂമറിക്കൽ കീയിൽ മറ്റേ ഡിവൈഡ് ബൈ ഉണ്ടല്ലോ, ജസ്റ്റ് കൊടുക്കുക, 2 കൊടുക്കുക. ജസ്റ്റ് മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി 540 നമുക്ക് കിട്ടും. അതിനുശേഷം ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ട ആ കോമ്പോസിഷൻ സൈസ് ഈ ഒരു രീതിയിലേക്ക് വന്നു. ഇവിടെ ന്യൂ സോളിഡ് എടുക്കുന്നു. ജസ്റ്റ് ഒരു കളർ കൊടുത്തു, ഓക്കെ കൊടുക്കുക. സോളിഡ് എടുത്തതിന് ശേഷം ഞാൻ എലിപ്സ് ടൂൾ എടുക്കുന്നു. എലിപ്സ് ടൂൾ എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ കറക്റ്റ് താഴത്തെ ടോപ്പ് ആ ഒരു ബോട്ടം ഏരിയയിലൊരു സെലക്ഷൻ ഉണ്ടല്ലോ, ആ സെലക്ഷൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു. മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. കൺട്രോൾ പ്രസ് ചെയ്യുക. ഷിഫ്റ്റും പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് സർക്കിളും കിട്ടും. കറക്റ്റ് ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്കെയിൽ ചെയ്യാനും പറ്റും. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് സെൻറ്റർ തന്നെയൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ മാസ്കിൽ വന്നതിന് ശേഷം കൺട്രോൾ D അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് സ്കെയിൽ ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്യുക, ഷിഫ്റ്റും പ്രസ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ ആഡ് മാറ്റിയിട്ട് സബ്സ്ട്രാക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ടെക്സ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ടെക്സ്റ്റ് കൊടുക്കുന്നു. അവിടെ ഞാൻ ക്രിയേറ്റ് അനിമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് എടുക്കുക, ജസ്റ്റ് അലൈൻ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഒരു റെഡ് എറർ കാണിച്ചതെന്ന് പറഞ്ഞാൽ ക്യാപ്സ് ലോക്ക് ഓണായി കിടക്കുന്നുണ്ടാണ്. ജസ്റ്റ് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യാം. ഞാൻ അലൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സെൻറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി മാസ്ക് 2 സെലക്ട് ചെയ്യുക, കോപ്പി, എഡിറ്റിൽ കോപ്പി പറയുക. ഇവിടെ ക്രിയേറ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ വന്നിട്ട് എഡിറ്റ് പേസ്റ്റ് പറയുക. അപ്പോൾ നമുക്കിവിടെ ആ മാസ്ക് നമുക്ക് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പാര ഡൗൺ ആര സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. കറക്റ്റാണോ നോക്കണം, ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ നേരത്തെ സ്കെയിൽ ചെയ്ത കണക്കിൽ തന്നെ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് സ്കെയിൽ ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇനി ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ അകത്ത് കയറിയിട്ട് ടെക്സ്റ്റ്, അതിനകത്ത് പാത്ത് ഓപ്ഷൻ, അതിനകത്ത് പാത്തിനകത്ത് നൺ മാറ്റിയിട്ട് മാസ്ക് 2 കൊടുക്കുക. അതിനുശേഷം റിവേഴ്സ് പാത്ത് ഓൺ ആക്കിയതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ നമുക്കിതിൻ്റെ റിവേഴ്സായിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, ആ ടെക്സ്റ്റ് കിടക്കുന്നത് റിവേഴ്സാണ്. ഇവിടെ ഫസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞത് ആ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് അനിമേഷനൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ക്യാരക്ടർ ടെക്സ്റ്റ് ഇച്ചിരി ഒന്ന് കൂടുതൽ കൊടുക്കുക, ഒരു 90 കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ സോൾ ലെയർ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്ട്സിനകത്ത് ജനറേറ്റിനകത്ത് ഫില്ല്. അപ്പോൾ ഞാനത് ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, ബ്ലാക്കോ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ കൊടുക്കാം നമുക്ക്. ഓക്കെ, കൊടുത്തു. അതിനുശേഷം പ്രൊജക്റ്റ് വിൻഡോയിൽ വന്നിട്ട് ടെക്സ്റ്റ് അനിമേഷൻ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. ജസ്റ്റ് അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാർക്ക് ഗ്രേ സ്ലോൾഡിനകത്ത് വന്നിട്ട് ഇവിടുത്തെ എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് ജസ്റ്റ് കളർ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ഇഷ്ടമുള്ള കളർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം പ്രൊജക്റ്റ് വിൻഡോയിൽ വീണ്ടും വരിക. അപ്പോൾ നമുക്ക് 2 ടെക്സ്റ്റ് കളേഴ്സ് ആയിട്ടുണ്ട്, 2 ടെക്സ്റ്റ് അനിമേഷൻ ആയിട്ടുണ്ട്.
ഇനി മെയിൻ കോമ്പോസിഷനിൽ വന്നതിന് ശേഷം ഈ രണ്ട് ടെക്സ്റ്റ് അനിമേഷനും ഡ്രാഗ് ചെയ്ത് എവിടേക്ക് ഇടുക? മെയിൻ കോമ്പോസിഷനിലേക്ക് ഇടുക. അതിനുശേഷം രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ എടുത്തിട്ട് 180 ഡിഗ്രി കൊടുക്കുന്നു. എന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് പോയിട്ട് ബോട്ടം, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പും. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ന്യൂ നൾ ഒബ്ജക്റ്റ് എടുക്കുന്നു. അപ്പോൾ ഈ നൾ ഒബ്ജക്റ്റിൻ്റെ പിവോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്. അത് കറക്റ്റ് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി പാൻ ബിഹൈൻഡ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക് വരും. ജസ്റ്റ് അലൈൻമെൻറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ പ്രൊപ്പോർഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഈ രണ്ട് ടെക്സ്റ്റ് ലെയറോടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാരൻറ്റ് ഇതിലേക്ക് നള്ളിലേക്ക് പാരൻറ്റ് ചെയ്യുക. അതിനുശേഷം നൾ ഒബ്ജക്റ്റിൽ റൊട്ടേഷൻ എടുത്തിട്ട് കീ കൊടുക്കുക, -45 കൊടുക്കുന്നു. ഒരു 2 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 45 കൊടുക്കുക. അപ്പോൾ എനിക്ക് അനിമേഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം F9 സെലക്ട് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് ഈസ് കൊടുക്കുക. എന്നിട്ട് ഗ്രാഫിൽ പോയിട്ട് ഗ്രാഫ് ഒന്ന് സ്മൂത്ത് ചെയ്യുക, കറക്റ്റ് സെൻറ്ററിലേക്ക്. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഒരു സർക്കിൾ മാത്രമേ, ഒരു അനിമേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് അനിമേഷൻ വരാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ റൊട്ടേഷൻ സെലക്ട് ചെയ്യുക, അനിമേഷനകത്ത് പോയിട്ട് ആഡ് എക്സ്പ്രഷൻസ് കൊടുക്കുക. അവിടെ ലൂപ്പ് ഔട്ട് കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ട്സ് പിങ് പോങ് കൊടുക്കുക. ഓക്കെ, കണ്ടടിക്കുക. പക്ഷെ അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി പറഞ്ഞേക്കണം, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പ്ലേ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് എന്തുകൊണ്ട് ആ റൊട്ടേഷൻ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അള്ളിനകത്ത് തന്നെ സ്കെയിൽ എടുത്തതിന് ശേഷം സ്കെയിലിന് കീ കൊടുക്കുന്നു, ഒരു 90 കൊടുത്തിട്ട് 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഒരു 110. ഓക്കെ, അതിനും സ്കെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം അനിമേഷൻ ആഡ് എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം പേസ്റ്റ് പറയുക. സെയിം ആ ഒരു എക്സ്പ്രഷൻസ് എന്ത് ചെയ്യുക, കോപ്പി പറഞ്ഞ് പേസ്റ്റ് പറയുക. അപ്പോൾ നമുക്ക് അനിമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കവിടെ ഗ്രാഫ് എഡിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വലിഞ്ഞ് പോകുന്ന അനിമേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്കെയിലിൽ പോയിട്ട് അതിൻ്റെ കീ സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യുക, ഗ്രാഫിൽ പോയിട്ട് നേരത്തെ ചെയ്ത് ആ ഫസ്റ്റിന് കൊടുത്ത എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് അനിമേഷൻ ഇതിലും കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് അനിമേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓക്കെ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഈ ലെയറെല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു, വീണ്ടും പ്രീകോംബ് ചെയ്യുന്നു. അപ്പം മെയിൻ അനിമേഷൻ എന്നുകൊണ്ട് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ സ്കെയിൽ എടുത്തിട്ട് മാക്സിമം ചെറുതാക്കുക. ഓക്കെ, ഒരു 10 കൊടുത്താൽ മതി. സ്കെയിൽ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഞാൻ പോയിട്ട് കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഒരു 14 14.5 കൊടുത്ത് നോക്കുക എങ്ങനെ വരുന്നത്. അപ്പോൾ കട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പം 14 മതി നമുക്ക്. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഒരു 14 എന്നുള്ളതൊരു 18 19 കൊടുക്കുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോൾ D, 19 22 കൊടുക്കുന്നു, 25. നമുക്ക് വാല്യൂ നോക്കാം, നിങ്ങൾക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ വേണം സെറ്റാക്കി പോകാൻ. 26 കൊടുക്കുന്നു. വീണ്ടും കൺട്രോൾ D. പിന്നെ നമുക്ക് മൗസ് കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. 38 36. ഓക്കെ, വീണ്ടും കൺട്രോൾ D. കൺട്രോൾ D. ഓക്കെ, കൺട്രോൾ D. മാക്സിമം ഇത് നിറച്ച് ഫുള്ള് കവർ ചെയ്യണം നമുക്കത്. ഓക്കെ, കൺട്രോൾ D. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. കൺട്രോൾ D.
Ctrl+D. ഓക്കെ, ഒരു കോപ്പിങ് എടുക്കുക. പുറമേ നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് ആ സ്കെയിലിൻ്റെ ആ ഒരു സെലക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3-4 ഫ്രെയിം മുന്നോട്ട് പോകണം. ജസ്റ്റ് സ്റ്റാർട്ട് കൊണ്ടുവച്ചതിന് ശേഷം പേജ് ഡൗൺ 1 2 3 4. അതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും ലെയർ കട്ടായിപ്പോയിട്ടുണ്ട്. അതിനുശേഷം അനിമേഷനിൽ കീ ഫ്രെയിം മസ്റ്ററിനകത്ത് വന്നിട്ട് സീക്വൻസ് ലെയർ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ലെയർ അറേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ ലെയർ ജസ്റ്റ് വലിച്ച് നീട്ടുക. ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്പോഗ്രാഫി അനിമേഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ബേസിക് ടിപ്പാണ്. ഓക്കെ, ഇതേപോലുള്ള അനിമേഷൻസും ഇനി ഇതേപോലുള്ള പുതിയ അറിവുകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.